ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യമേ നമ്മൾക്ക് പറയാൻ പോകുന്നത് എന്താണ് എൻസൈം ഇമ്മൊബിലൈസേഷൻ, പിന്നെ നമ്മൾ എന്തിനാണ് എൻസൈംസ് ഇമ്മൊബിലൈസ് ചെയ്യുന്നത്, ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ ആണ്, അതായത് നമുക്ക് ഏതെല്ലാം രീതിയിൽ എൻസൈംസിനെ ഇമ്മൊബിലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് വാട്ട് ആർ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് എന്നുള്ളത്. സോ the immobilized enzymes have been defined as enzymes physically confined or localized in a certain region of space with retention of their catalytic activities and which can be used repeatedly and continuously. എന്ന് വെച്ചാൽ ആ ഒരു ടേമിൽ തന്നെ നമുക്ക് ഇമ്മൊബിലൈസ്ഡ് എന്നുള്ള വാക്ക് കാണാൻ പറ്റും അല്ലേ. എന്താണ് ഇമ്മൊബിലൈസ്ഡ് എന്ന് വെച്ചാൽ? ഇമ്മൊബിലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു സംഭവത്തെ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുക, അതായത് അതിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ അലൗ ചെയ്യുന്നില്ല. സോ ഇവിടെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? എൻസൈംസ് ഫിസിക്കലി കൺഫൈൻഡ് ഓർ ലോക്കലൈസ്ഡ് ഇൻ എ സർട്ടൻ ഡിഫൈൻഡ് റീജിയൻ ഓഫ് സ്പേസ്. അതായത് നമ്മളെന്താണ് എൻസൈംസിനെ എന്ത് ചെയ്യും? അതിനെ ഫിസിക്കലി കൺഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യുകയോ ചെയ്യും. അതായത് എന്താണ്? നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യും. അത് ഒരിടത്ത് നമ്മൾ അതിനെ എന്താണ് അറ്റാച്ച് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് വെക്കുകയോ ചെയ്യും. വിത്ത് റിട്ടൻഷൻ ഓഫ് ദർ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ്. അതായത് എന്താണ്? അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസിന് പക്ഷേ ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല, അത് എൻഹാൻസ് ആയാലേ ഉള്ളൂ. ലൈക്ക് നമ്മൾ അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ് അതേപടി അവിടെ കാണും. ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി. ഓക്കെ, പിന്നെയുള്ള ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമ്മളതിനെ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ്ലി നമുക്കതിനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി വൈ ഡു വി നീഡ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് അല്ലേ? നമുക്ക് എന്തിനാണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിൻ്റെ ആവശ്യം? നമുക്ക് നോർമൽ എൻസൈംസ് യൂസ് ചെയ്തൂടെ? എന്തിനാണ് നമ്മൾ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള എൻസൈം നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഇൻ ദ കേസ് ഓഫ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രീസിലാണല്ലോ നമ്മൾ എൻസൈംസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ. എക്സാമ്പിൾ പറഞ്ഞാൽ ഫുഡ് ആൻഡ് ബിവറേജിൽ യൂസ് ചെയ്യും, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും, ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ പല ഇൻഡസ്ട്രിയിലും അതുപോലെ പല ലാബ് സെറ്റിങ്സിലും നമ്മൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് യൂസ് ചെയ്യും. നോർമൽ എൻസൈംസും യൂസ് ചെയ്യും. നോർമൽ എൻസൈമിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പുവർ സ്റ്റെബിലിറ്റി, അവർക്ക് സ്റ്റെബിലിറ്റി മോസ്റ്റ്ലി കുറവായിരിക്കും. അതുപോലെ ഷോർട്ട് ഷെൽഫ് ലൈഫ്, ഈ എൻസൈം എന്താണ് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അതായത് മേ ബി ഒരു യൂസ് കഴിയുമ്പോഴത്തേക്ക് അവർ ഡിസ്ട്രോയ് ആയിപ്പോവും, പിന്നെ നമുക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഒരുപാട് ലോസ് വരുവാണ് അല്ലേ. ദെൻ ഹൈ സെൻസിറ്റിവിറ്റി ടു പ്രോസസ് കണ്ടീഷൻസ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ വിചാരിച്ചോ നമ്മൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മുടെ എൻസൈംസ് യൂസ് ചെയ്യേണ്ടത്. സോ മോസ്റ്റ്ലി എന്താണ്, കുറേ എൻസൈംസ് ഒന്നും ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതാണ് ഈ സെൻസിറ്റിവിറ്റി ടു പ്രോസസ്സിങ് കണ്ടീഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഹീറ്റ് കണ്ടീഷൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് കോൾഡ് കണ്ടീഷൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രഷർ കണ്ടീഷൻസിലായിരിക്കും. അവിടെയൊന്നും എന്താണ് ആ എൻസൈമിന് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, നോർമൽ എൻസൈംസിന് then they are easily inactivated by several mechanisms. പല മെക്കാനിസംസ് കാരണം, ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഹീറ്റ് തന്നെ കാരണം എന്താണ് അവർ ഇനാക്റ്റീവായി പോകുന്നു. ദെൻ ഡിഫിക്കൽട്ടി ഇൻ റിക്കവറി ആൻഡ് റീസൈക്ലബിലിറ്റി. അതായത് യൂസ് കഴിഞ്ഞിട്ട് ഈ എൻസൈമിനെ നമുക്ക് റിക്കവർ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ നമുക്ക് ഒരുപാട് എക്കണോമിക് ലോസ് ആണ് വരുന്നത്. ഓക്കെ, ഇനിയാണ് ഈ എൻസൈംസിനെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. ഇമ്മൊബിലൈസ് ചെയ്ത് കഴിയുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്, ബോത്ത് എൻസൈംസ് ആൻഡ് സപ്പോർട്ട് മെറ്റീരിയൽസ് ആർ ഈസിലി റിക്കവേർഡ്. അതായത് നമുക്ക് എൻസൈംസിനെയും അതുപോലെ സപ്പോർട്ട് മെറ്റീരിയൽ ഇമ്മൊബിലൈസേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എൻസൈം സപ്പോസ് റെഡ് വെച്ച് തന്നെ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യാം. നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ഒരു റെഡ് ഈ ഒരു ബോളാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ എൻസൈം ഒരു സപ്പോർട്ട് മാട്രിക്സിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു സപ്പോർട്ട് മാട്രിക്സ് ആണെന്ന് വിചാരിച്ചോ, ഒരു മാട്രിക്സ്. ഇതുമായിട്ട് മേ ബി ഒരു കോവാലൻ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒരു ബോണ്ടായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു ബോണ്ട് യൂസ് ചെയ്ത് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇത് വൺ ഓഫ് ദി ടെക്നിക്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് എൻസൈം ഇമ്മൊബിലൈസേഷനിൽ അല്ലെങ്കിൽ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള എൻസൈംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എൻസൈമും കാണും, അതുപോലെ ഇത് നിൽക്കുന്ന ഒരു സപ്പോർട്ട് മെറ്റീരിയലും അവർക്ക് കാണും. ഓക്കെ,
അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബോത്ത് എൻസൈംസ് ആൻഡ് സപ്പോർട്ട് മെറ്റീരിയൽസ് ആർ ഈസിലി റിക്കവേർഡ്. ഈസി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്, അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ ലാഭിച്ച് കിട്ടും, അതുപോലെ ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ അവിടെ നമുക്ക് ലാഭിച്ച് കിട്ടും. ദെൻ ഹൈ സ്റ്റെബിലിറ്റി ആൻഡ് ഈസ് ഇൻ ഹാൻഡിലിംഗ്. ഓക്കെ, എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു പല പ്രോസസ് കണ്ടീഷൻസിലും ഇവർ അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഇമ്മൊബിലൈസേഷൻ എന്താ ഇവരുടെ സ്റ്റെബിലിറ്റി കൂടും, അതുപോലെ തന്നെ ദേ ആർ ഈസി ടു ഹാൻഡിൽ. ഓക്കെ, ദെൻ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ക്യാൻ ഒക്കർ ഇൻ നോൺ അക്വസ് മീഡിയ. അതായത് നോൺ അക്വസ് മീഡിയയിൽ എൻസൈമാറ്റിക് റിയാക്ഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല എൻസൈംസും ഓക്കെ അക്വസ് മീഡിയയിലെ അവർ ആക്റ്റീവ് അല്ലെ വർക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ അമൈലേസ്. ഓക്കെ, അമൈലേസ് എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ട്. അമൈലേസ് എൻസൈം എന്താണ്, മോസ്റ്റ്ലി അവർ അക്വസ് മീഡിയയിലാണ് അല്ലെ അക്വസ് ഫേസിൽ, അതായത് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറാണ് അവർ ആക്റ്റീവ് ആകുന്നത്. സോ അവരെന്താണ് നോൺ അക്വസ് മീഡിയയിൽ അവർ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇമ്മൊബിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻസൈം ഇമ്മൊബിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ എൻഹാൻസ് ആവും. അങ്ങനെ അവരുടെ പ്രോപ്പർട്ടീസിൽ എൻഹാൻസ്മെൻറ്റ് വന്നിട്ട് എന്താണ് അവർക്ക് നോൺ അക്വസ് മീഡിയയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എന്താ അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ റേഞ്ച് കൂടുകയാണല്ലേ, അപ്പോൾ നമുക്ക് വൈഡ് ആപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് വൺ ഇസ് ഇംപ്രൂവ്ഡ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ആൻഡ് റീസൈക്ലബിലിറ്റി. അതായത് എന്താ ഇവരുടെ കാറ്റലൈസിങ് എബിലിറ്റി കൂടും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു ലൈക്ക് എന്താ റിട്ടൻഷൻ ഓഫ് ദർ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ്. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു എന്താ അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മേ ബി അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ് കൂടുമായിരിക്കും അല്ലേ, അല്ലാതെ ചേഞ്ചസ് സംഭവിക്കുന്നില്ല. സോ അങ്ങനെ അവരുടെ എന്താ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കുറയുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കൂടിയാലേ ഉള്ളൂ. ഓക്കെ, സോ ഇംപ്രൂവ്ഡ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ആൻഡ് റീസൈക്ലബിലിറ്റി നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ വി ആർ ഹാവിങ് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ. സോ നമുക്ക് എന്താണ് എൻസൈം ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രേ കളറിൽ കാണുന്നതാണ് എന്ത് നമ്മുടെ സപ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, സപ്പോർട്ട് മെറ്റീരിയൽ. അപ്പോൾ എന്താ നമ്മുടെ ഈ ഗ്രേ കളറിൽ കാണുന്ന സപ്പോർട്ട് മെറ്റീരിയൽ നമ്മൾ വേറൊരു പേര് വിളിക്കും, എന്താണ് മാട്രിക്സ്, MATRIX മാട്രിക്സ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഓക്കെ, സോ നമ്മുടെ സപ്പോർട്ട് മെറ്റീരിയൽ നമ്മൾ മാട്രിക്സ് എന്ന് വിളിക്കും. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രേ കളറിൽ കാണുന്ന മെറ്റീരിയലാണ് നമ്മുടെ മാട്രിക്സ്. അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ഈ നമ്മുടെ പർപ്പിൾ കളറിൽ കാണുന്ന ഇതാണ് എൻസൈം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻസൈം ഈ ഒരു മാട്രിക്സിൽ അഡ്സോർബ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അഡ്സോർബ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് എന്താ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് പറയുന്നത്. So, adsorption involves the physical binding of enzymes onto the surface of a solid support through weak interactions such as van der Waals forces, hydrogen bonding or hydrophobic interactions. അതായത് എന്താണ് നമ്മുടെ എൻസൈംസ് മാട്രിക്സിൽ അഡ്സോർബ് ആയിരിക്കുകയാണ് ത്രൂ വീക്ക് ഇൻട്രാക്ഷൻസ്. ഓക്കെ, വീക്ക് ഇൻട്രാക്ഷൻസ് ആയിരിക്കും അവിടെ. ദാറ്റ് ഇസ് എ മെയിൻ പോയിന്റ്. സച്ച് എസ് വാൻ ഡർ വാൽസ് ഫോഴ്സസ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വീക്ക് അട്രാക്ഷൻസ് ആണ്, ഇൻട്രാക്ടിങ് ഫോഴ്സസ് ആണ്, വീക്ക് ബൈൻഡിങ് ഫോഴ്സസ് ആണ്. അതുവഴി എന്താണ് ബൈൻഡിങ് അവിടെ സംഭവിക്കുന്നു. സോ ദ കോമൺ അഡ്സോർബൻസ് ഇൻക്ലൂഡ് ആക്ടിവേറ്റഡ് കാർബൺ, സിലിക്ക ജെൽ ഓർ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ്. സോ കോമൺ ആയിട്ടുള്ള അഡ്സോർബെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ സപ്പോർട്ട് മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അഡ്സോർബെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏത് സാധനമാണോ അഡ്സോർബ് ചെയ്യുന്നത് അവർ അഡ്സോർബെൻ്റ് ആയിരിക്കും. എന്തിനെയാണോ അഡ്സോർബ് ചെയ്യുന്നത് അത് അഡ്സോർബേറ്റ് ആയിരിക്കും. സോ നമ്മുടെ കേസിൽ എൻസൈമാണ് നമ്മുടെ അഡ്സോർബേറ്റ്, നമ്മുടെ സപ്പോർട്ട് മെറ്റീരിയലാണ് അഡ്സോർബെൻ്റ്. ഓക്കെ, സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്സോർബെൻ്റ് എന്തൊക്കെയാണ്, ആക്ടിവേറ്റഡ് കാർബൺ, സിലിക്ക ജെൽ, അതുപോലെ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോവാലൻറ്റ് ബോണ്ടിങ്. ഓക്കെ, കോവാലൻറ്റ് ബോണ്ടിങ് എന്താണ്, നമ്മളിവിടെ കാണാം നമ്മുടെ സപ്പോർട്ട് മെറ്റീരിയൽ ഇവിടെ ഉണ്ട്, നമ്മുടെ എൻസൈം ഉണ്ട്. ദേ ആർ ബൗണ്ട് ടു ഈച്ച് അതർ ബൈ കോവാലൻറ്റ് ബോണ്ടിങ്. ഓക്കെ, ഈ കാണുന്ന ബ്ലാക്ക് ലൈനാണ് കോവാലൻറ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ കോവാലൻറ്റ് ബോണ്ടിങ് എൻറ്റെയിൽസ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേബിൾ കോവാലൻറ്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ എൻസൈം ആൻഡ് ദ സോളിഡ് സപ്പോർട്ട്.
ഓക്കെ, എൻസൈമും സോളിഡ് സപ്പോർട്ടിൻ്റെയും ഇടയിൽ ഒരു കോവാലൻറ്റ് ബോണ്ടിങ് കാണും. ആൻഡ് ദിസ് മെത്തേഡ് ടിപ്പിക്കലി ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് ദി എൻസൈം. അതായത് എന്താണ് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് ബിറ്റ്വീൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദി എൻസൈം. എൻസൈമിന് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണുമല്ലോ, കാരണം എന്താ, ലൈക്ക് അതൊരു പ്രോട്ടീൻ മോളിക്യൂളാണ്. സോ അതിൻ്റെ സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണും. അതായത് എന്താ, നമ്മുടെ പ്രോട്ടീൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലേ. അപ്പോൾ അമിനോ ആസിഡ്സിൽ ഒരു കാർബൺ ടെർമിനൽ സി ടെർമിനലും കാണും, എൻ ടെർമിനലും കാണും. അതുപോലെ സൾഫൈഡ്രൽ SH ബോൺസ് സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് ഒക്കെ കാണും അല്ലേ. സോ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദി എൻസൈം എന്ന് പറയുമ്പോൾ അമിനോ, കാർബോക്സിൽ അല്ലെങ്കിൽ സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ്. ആൻഡ് റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് ഓൺ ദി സപ്പോർട്ട്, നമ്മുടെ സപ്പോർട്ട് മെറ്റീരിയലിലും റിയാക്റ്റീവ് ഗ്രൂപ്പ് കാണും. അതായത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിൽ ഗ്രൂപ്പോ അല്ലെ ആൽഡിഹൈഡ് ഗ്രൂപ്പോ കാണും. അപ്പം എന്താണ് നമ്മുടെ എൻസൈമിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സും അതുപോലെ സപ്പോർട്ട് മെറ്റീരിയലിലുള്ള റിയാക്റ്റീവ് ഗ്രൂപ്പ്സും തമ്മിലാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രാപ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് എൻകാപ്സുലേറ്റിംഗ് എൻസൈംസ് വിത്തിൻ എ പോറസ് മാട്രിക്സ് ഓർ ജെൽ. ഓക്കെ, എൻട്രാപ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻസൈംസിനെ ട്രാപ്പ് ചെയ്യുക അല്ലെ എൻകാപ്സുലേറ്റ് ചെയ്യുക. എൻകാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ചുറ്റിനൊരു ക്യാപ്സ്യൂൾ ഫോം ചെയ്തിട്ട് ആ ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് നമ്മൾ എൻസൈംസിനെ കീപ്പ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് എൻട്രാപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എൻസൈംസിനെ എൻട്രാപ്പ് ചെയ്യാണ് വിത്തിൻ എ പോറസ് മാട്രിക്സ് ഓർ ജെൽ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പോറസ് മാട്രിക്സ് ഓർ ജെൽ സജസ് അഗാരോസ്, ആൾജിനേറ്റ് ഓർ എനി പോളി അക്രിലമൈഡ്. ദ എൻസൈം മോളിക്യൂൾസ് ആർ ഫിസിക്കലി കൺഫൈൻഡ് വിത്തിൻ ദ മാട്രിക്സ്. ഓക്കെ, എന്താണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫിസിക്കലി കൺഫൈൻഡ് ആണ്, അലവിങ് സബ്സ്ട്രേറ്റ്സ് ടു ഡിഫ്യൂസ് ഇൻ. ഓക്കെ, ഇത് കാരണം എന്താ ഇവിടെ സംഭവിക്കുന്നത്, സബ്സ്ട്രേറ്റ്സ് അകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും, എന്നിട്ട് എൻസൈം വെച്ചിട്ട് റിയാക്റ്റ് ആവും. ആൻഡ് പ്രോഡക്ട്സ് ടു ഡിഫ്യൂസ് ഔട്ട് വൈൽ റീറ്റെയിനിങ് ദ എൻസൈം. ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ എൻസൈംസ് ഒരു പോറസ് ആയിട്ടുള്ള മാട്രിക്സോ ജെല്ലിൻ്റെ ഉള്ളിൽ എൻട്രാപ്ഡ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ, ഈ ഒരു കവർ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് അവർ പോറസ് ആയിരിക്കും, കണ്ടോ ഇടയിൽ കുറേ പോർസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റ്സ് ഈ പോർസിൻ്റെ ഉള്ളിൽ കൂടി എൻസൈംസിൻ്റെ അടുത്തേക്ക് പോകും. എൻസൈംസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ അവർ റിയാക്ട് ചെയ്യും. ഓക്കെ, റിയാക്ട് ചെയ്തിട്ട് അവർ പ്രൊഡക്ട്സ് ഫോം ചെയ്യും. എന്നിട്ട് ഈ പ്രൊഡക്ട്സ് ഇതേ പോർസിൽ കൂടി പുറത്ത് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എൻട്രാപ്മെൻറ്റിൽ സംഭവിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാട്രിക്സ്, പോറസ് ആയിട്ടുള്ള മാട്രിക്സ് എന്തൊക്കെയാണ്, അഗാറോസും ഉണ്ട്, ആൽജിനേറ്റും ഉണ്ട്, പോളി അക്രിലമൈഡ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. ക്രോസ് ലിങ്കിങ് കാണുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ക്രോസ് ലിങ്ക് ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് കോവാലൻറ്റ് ബോണ്ട്സ് ബിറ്റ്വീൻ എൻസൈം മോളിക്യൂൾസ് ആൻഡ് ദ സോളിഡ് സപ്പോർട്ട് ഓർ ബിറ്റ്വീൻ ദ എൻസൈം മോളിക്യൂൾസ് ദെംസെൽസ്. അതായത് എൻസൈം മോളിക്യൂൾസും അതുപോലെ അവരുടെ മാട്രിക്സും തമ്മിൽ കോവാലൻറ്റ് ബോണ്ട്സ്, ലൈക്ക് ക്രോസ് ലിങ്കിങ് വേയിൽ കോവാലൻറ്റ് ബോണ്ട്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എൻസൈം മോളിക്യൂൾസ് തമ്മിൽ തന്നെ കോവാലൻറ്റ് ബോണ്ട്സ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് ലിങ്കിങ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ക്രോസ് ലിങ്കിങ് ഏജൻസ് യൂസ് ചെയ്യും. ഓക്കെ, ക്രോസ് ലിങ്കിങ് ഏജൻസ് വഴിയാണ് ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യുന്നത്, സച്ച് ആസ് ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഓക്കെ, ഗ്ലൂട്ടറാൽഡിഹൈഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. Okay, glutaraldehyde or bifunctional reagents are used to create stable networks that immobilize the enzyme. Bifunctional reagents എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ലൈക്ക് രണ്ട് ഫങ്ഷൻസ് കാണും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂസസ് കാണും. അങ്ങനെയുള്ള ബൈഫങ്ഷണൽ റിയേജൻസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ലൈക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൊണ്ടുവരും, അതേസമയം എൻസൈമിനെ ഇമ്മൊബിലൈസും ചെയ്യും. ഓക്കെ, ഇതാണ് ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് എൻകാപ്സുലേഷൻ. ഓക്കെ, എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ എൻട്രാപ്മെൻറ്റ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് എൻട്രാപ്മെൻറ്റിൽ ഒരുപാട് എൻസൈംസ് ഒരു കോമൺ മാട്രിക്സിനുള്ളിൽ എൻട്രാപ്ഡ് ആവുമായിരുന്നെങ്കിൽ എൻകാപ്സുലേഷനിൽ ഒരു മാട്രിക്സിൽ ഒരു എൻസൈം, അങ്ങനെയാണ് അവർ എൻട്രാപ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ എൻകാപ്സുലേഷൻ ഇൻവോൾവ്സ് enclosing enzymes within semi-permeable membranes or microcapsules. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രാപ്മെൻറ്റിൽ പോറസ് മാട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻകാപ്സുലേഷനിൽ വി ആർ യൂസിങ് സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ഓർ മൈക്രോ ക്യാപ്സ്യൂൾസ്. ഓക്കെ, അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ മൈക്രോ ക്യാപ്സ്യൂൾസ്.
പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാർഷ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എൻക്യാപ്സുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എൻക്യാപ്സുലേഷൻ അലൗസ് ഫോർ കൺട്രോൾഡ് റിലീസ് ഓഫ് എൻസൈംസ്. എന്താണ് ഇവിടെ മേജർ 2 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന്, കൺട്രോൾഡ് ആയിട്ടുള്ള എൻസൈം റിലീസ് നമുക്ക് കിട്ടുന്നു, ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം പ്രോട്ടീസസ് ഓർ അതർ ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അതേസമയം പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഡീഗ്രേഡിങ് എൻസൈംസ് ആണ്. ഓക്കെ, സോ എൻസൈംസ് നമുക്ക് വേണ്ടത് എന്താണ്? പ്രോട്ടീൻസ് തന്നെയാണ്. സോ പ്രോട്ടീസ് കാരണം ഡീഗ്രഡേഷന് ഹൈ ചാൻസ് ഉണ്ട്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ ബാക്കിയുള്ള ഇൻഹിബിറ്റേഴ്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എൻക്യാപ്സുലേഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും വേറെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എൻക്യാപ്സുലേഷൻ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിരിക്കും. ലൈക്ക് നമുക്കത് വീണ്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്രോസ് ലിങ്കിങ് ഇറിവേഴ്സിബിൾ ആണ്, എൻട്രാപ്മെൻറ്റ് ഇറിവേഴ്സിബിൾ ആണ്, പിന്നെ നമ്മൾ കോവലൻ ബോണ്ടിങ്ങും ഇറിവേഴ്സിബിൾ ആണ്. പക്ഷെങ്കിൽ അഡ്സോർപ്ഷൻ മാത്രമേ റിവേഴ്സിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കത് ലൈക്ക് എൻസൈം സപ്പോർട്ട് മെറ്റീരിയലും അഡ്സോർപ്ഷൻ വഴി ബൗണ്ട് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ അവരുടെ ബൈൻഡിങ് നമുക്ക് ഡിസോപ്ഷൻ ഇല്ലേ, അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന, ഡിസോപ്ഷൻ അവർ സെപ്പറേറ്റ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് ഡിസോപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്ന് നോക്കി എന്താണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് നോക്കി, അതുപോലെ തന്നെ എന്തിനാണ് നമുക്ക് ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് വേണ്ടതെന്ന് നോക്കി, ആൻഡ് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ നമ്മൾ നോക്കി. സോ ഐ ഹോപ്പ് ഈ ഒരു കുഞ്ഞു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.